എന്റെയൊക്കെ ഫേവറേറ്റ് ചോക്ലേറ്റുകളിൽ ഒന്നാണ് കേട്ടോ ഈ ബൗണ്ടി ചോക്ലേറ്റ്. ഇത് കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത്ര സിമ്പിളായിട്ട് ഇത് റെഡിയാക്കാൻ പറ്റുമെന്ന്. അപ്പൊ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാലോ. ഞാനൊരു മീഡിയം വലിപ്പമുള്ള തേങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിന്റെ എല്ലാം ബ്രൗൺ ഷെയ്ഡ് കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ തേങ്ങ പീസസ് ഫുൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, കുറച്ച് പീരയൊക്കെ വേണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പൊ ഞാൻ ദേ ഒരു പാൻ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ പൊടിച്ചതും കൂടി നമ്മുടെ പാനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കി ഈ തേങ്ങയിലുള്ള മുഴുവൻ വെള്ളം ഒന്ന് പറ്റിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡിയായി. നമുക്കൊരു ബൗളിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ഉരുള പിടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ക്രാക്കൊന്നും വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് നിർത്താം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഇവിടെ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ബൗണ്ടിയുടെ ഷേപ്പിൽ നമ്മുടെ ഓരോ കോക്കനറ്റ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കോക്കനറ്റുകളെല്ലാം ഇതുപോലെ ബൗണ്ടി ഷേപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂർ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കോട്ട് ചെയ്യാനുള്ള ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് എടുത്താലും മതി. ഇനി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ മിക്സ് അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ മിക്സ് നമ്മുടെ ചോക്ലേറ്റിലേക്ക് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേഗം തന്നെ സെറ്റ് ആക്കിയിട്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. എന്നാലും ഞാനൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതോടെ കഴിഞ്ഞപ്പോഴത്തേക്കോ നമ്മുടെ ബൗണ്ടീസ് ഇവിടെ റെഡിയായി. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.